നമസ്കാരം. നമ്മൾ വീട് വയ്ക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫ്ലോറിംഗ് ആണ്. പലപ്പോഴും ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഫ്ലോറിങ്ങിനെ കുറിച്ച് പലരും ശ്രദ്ധിക്കാറുണ്ട്. ആദ്യം വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫ്ലോറിംഗ് ഉൾപ്പെടെ പ്ലാൻ ചെയ്യണം. ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യുന്നതിനൊപ്പം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏറ്റവും അധികം നമ്മളെ സ്വാധീനിക്കുന്ന ഒന്ന് ആർക്കിടെക്ചറൽ ഡ്രോയിങ് ആണ്. അങ്ങനെ ആർക്കിടെക്ചറൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ആർക്കിടെക്ട്സ് സജസ്റ്റ് ചെയ്യുന്ന ഡിസൈനിൽ നമുക്ക് ഫ്ലോറിംഗ് കിട്ടണം. അങ്ങനെ ഫ്ലോറിംഗ് കിട്ടുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. താര സാനിറ്ററി വെയർ ആൻഡ് ടൈൽസ് നമ്മുടെ തിരുവനന്തപുരത്ത് പട്ടത്ത് പ്ലാമൂട് ജംഗ്ഷനിലാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് വളരെ പ്രീമിയമായിട്ട് ഒരു പക്ഷേ നമുക്ക് ഈ മോഹിപ്പിക്കുന്ന ഡിസൈൻ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഡിസൈനിൽ വളരെ മികച്ച ബ്രാൻഡുകൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഷോറൂമാണ് താര. കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്സ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയട്ടെ, 26 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു ഫേമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു പക്ഷേ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഡിസൈൻസ് ഓഫ് ടൈൽസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയട്ടെ, നിങ്ങളൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നറിയിക്കുന്നു. കാരണം ഇതിനകത്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവരുടെ എക്സ്പീരിയൻസ് സെൻറ്റർ എന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നെക്സിയോൻ്റെ സ്റ്റുഡിയോയാണ്. ഓരോന്നിനും ഓരോ സ്റ്റുഡിയോ ചെയ്തിട്ടുണ്ട്. നെക്സിയോൺ നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കും, ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. അവരുടെ സ്റ്റുഡിയോയിലാണ് ഞാൻ നിൽക്കുന്നത്. അതിൽ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, നെക്സിയോൻ്റെ പ്രത്യേകത ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പറയാം. ഇവിടെ ഇരിക്കുന്ന 8x4 സൈസ് ടൈലുകളാണ്. 8x4 സൈസ് ടൈലുകളിൽ തന്നെ പല ഫിനിഷസ് നമുക്ക് അവൈലബിൾ ആകും. അതായത് ഈ കാണുന്ന ഒരു ഗ്ലോസി ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു പേപ്പർ മാറ്റ് ഫിനിഷ്, അല്ലെന്നുണ്ടെങ്കിൽ വളരെ സിൽക്കി മാറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ കാണാൻ സാധിക്കും. ഈ ടൈൽ ഷോറൂം കാണിക്കുമ്പോൾ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയാൻ കാരണം, നമ്മൾ കൈ ഓടിച്ച് നോക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്താണ് കാണിച്ച പ്രോഡക്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുപോലുള്ള ധാരാളം മെറ്റീരിയൽസ് ഇവിടെ തന്നെ 8x4 സൈസ് നമുക്ക് ധാരാളം മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ഡിസൈൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. കുറച്ച് മുന്നേ കാണിച്ച ഡിസൈൻസ് തന്നെ ഒരു 5 ഡിസൈനാണ് ഈ കാണുന്നത്. 8x4 സൈസ് പോലെ തന്നെ ഇവർക്ക് എല്ലാ സൈസുകളും അവൈലബിൾ ആണ്. നെക്സിയോൻ്റെ പല സൈസുകൾ അവൈലബിൾ ആണ്. അത് ഞാൻ പുറകെ കാണിച്ചു തരാം. ഇനി ഇവിടെ നമ്മൾ അപ്പുറേ കണ്ട ആ ഒരു ടൈൽസിൻ്റെ തന്നെ പല ഡിസൈൻസ്. ഇതൊരു ഗ്ലോസി ഡിസൈനാണ്. അതിൻ്റെ ഒരു പേപ്പർ മാറ്റ് ഡിസൈനാണ് ഈ കാണുന്നത്. അതിൻ്റെ തന്നെ മാറ്റിൻ്റെ തന്നെ പല സീരീസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ തന്നെ പഞ്ചസ് ആയിട്ടുള്ളതും സ്റ്റോൺ ഫിനിഷും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നെക്സിയോൺ അവരുടെ ഒരു ബെഞ്ച് ഓഫ് പ്രോഡക്റ്റ് നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ കാണുന്ന ആ സ്റ്റോൺ ഫിനിഷ് ഡിസൈൻ അല്ലെങ്കിൽ സാൻഡ് സ്റ്റോൺ ഡിസൈൻസ്, ഈ ടെക്സ്ചർ ഫിനിഷുകൾ അല്ലെങ്കിൽ ലെതർ ഫിനിഷുകൾ എന്ന് കാണാതെ ലിനൻ ഫിനിഷുകളാണ് ഈ കാണുന്നത്. അതിൻ്റെയും കളർ വേരിയേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുന്ന ഒരു ഗ്രീൻ കളറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെറാക്കോട്ട കളേഴ്സ്, ഇത് നമുക്ക് വോളിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. നെക്സിയോൻ്റെ ഇവിടെ നമുക്ക് വോം, അതിൽ എൻലെസ്, ആംബിയൻറ്റ് ഏതൊക്കെ നമുക്ക് അവൈലബിൾ ആകും എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇതിൽ വോം ഫിനിഷ് നമുക്കിത് മുഴുവനായിട്ട് കിട്ടുന്നതായിരിക്കും. അതിൽ എന്തൊക്കെ നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളതും ഈ ഒരു ബോർഡിൽ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഫുൾ ലപ്പാറ്റോ, ലപ്പാറ്റോ മാറ്റ്, നാച്ചുറൽ, ഇതിൽ ബാക്കിയുള്ളത് അവൈലബിൾ അല്ല. അതേസമയം ഈ കാണുന്ന ലപ്പാറ്റോ ഫിനിഷ് ഇത്രയും ഡിസൈൻസിൽ ഇത്രയും കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആകും എന്നുള്ളതാണ്. ഇത് ഇവിടെ ഈ ഭിത്തിയിൽ വെച്ചിരിക്കുന്നതെല്ലാം തന്നെ നമുക്ക് എഗൻസ്റ്റ് ഓർഡറാണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് കൊടുക്കാനുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഫ്ലോറിങ്ങിൽ ഒരു പ്രീമിയം ക്ലാസിക് സാധനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റാണ് നെക്സിയോൺ. നമുക്ക് അറിയാം, ഫ്ലോറിങ്ങിൽ ഉപയോഗിക്കുന്നു, നമ്മൾ വോളിൽ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ടേബിൾ ടോപ്പായിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ഔട്ടർ എഡ്ജ് പോയിരിക്കുന്ന വുഡിലാണ്. നമ്മൾ നെക്സിയോണിൻ്റെ തന്നെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇൻസ്പീരോ. അതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 8x4 സ്ലാബുകളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇതും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് ധാരാളം ഡിസൈൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓരോന്നിലും നമ്മളിപ്പോൾ അപ്പുറേ കണ്ട നെക്സിയോണിൽ കണ്ട ഡിസൈൻസ് പലതും നമുക്കിത് കാണാൻ സാധിക്കും. പക്ഷേ നെക്സിയോൺ അഫോർഡബിൾ അല്ലാത്ത ഒരാൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അവരുടെ തന്നെ ഒരു സബ് ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്. ഇന്ത്യൻ ഫ്ലോറിംഗ് അല്ലെങ്കിൽ ടൈൽ വിപണിയിൽ ഏറ്റവും അധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ടൈൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ പറയാനുള്ളൂ, അത് സിംബോളയാണ്. സിംബോളയുടെ മാറ്റ് അല്ലെങ്കിൽ ബേബി സാറ്റിൻ അങ്ങനെയുള്ള ഫിനിഷസ് നമുക്ക് വളരെയധികം ട്രെൻഡായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അങ്ങനെയുള്ള സിംബോയുടെ ഒരു സ്റ്റുഡിയോയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിലും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള കാർവിങ് സീരീസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതായത് നോർമലി ഉള്ള കാർവിങ്ങിൽ ആ വെയിൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു കാർവിങ്
ഒരു ഗ്ലിറ്ററിങ് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു കാർവിംഗ് സീരീസിൽ വരുന്ന 8x4 സൈസിലുള്ള ടൈലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇവിടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ തന്നെ ഇംപേര എന്നുള്ളത് 1200 2700 അത് 6mm നമുക്ക് അവൈലബിൾ ആണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൽ എടുത്തു പറയുകയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റുഡിയോസ് മോക്കപ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 8x4 സൈസിൽ ഫ്ലോറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഹൈലൈറ്റ് വോളായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പോകുന്ന വഴിയെ കാണാൻ പറ്റുന്ന ബിസ്ക്കറ്റ് ടൈപ്പ് ടൈൽസാണ്. അതുകൂടാതെ അതിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ അപ്പുറേ പറഞ്ഞ ആ ഒരു ടൈപ്പ് ടൈൽ തന്നെയാണ് ഇവിടെ നമുക്ക് ഫ്ലോറിംഗ് ആയിട്ടും അതുപോലെ ഹൈലൈറ്റ് വോളായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നത്. ഇത് സിംബോളോടെ തന്നെ കിച്ചൺ സ്ലാബുകളാണ്. കിച്ചൺ സ്ലാബുകളായിട്ട് മാത്രമല്ല സ്റ്റെപ്പുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. ഇത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ തിക്നെസ് വരുന്നത് 15mm തിക്നെസ് വരുന്ന പ്രോഡക്റ്റാണ്. 15mm തിക്നെസ് പറയുമ്പോൾ ഇത് ഫുൾ ബോഡിയാണോ എന്ന് ചോദിക്കുന്നത്, കളർ ബോഡിയാണ് വരിക. ഇത് കൂടാതെ നമുക്ക് ധാരാളം ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതായത് കിച്ചൺ കൗണ്ടർ ടോപ്പുകളിൽ ഇപ്പോൾ ഗ്രാനൈറ്റുകൾ ഒക്കെ മാറിയതിന് ശേഷം ഇപ്പോൾ നമുക്ക് വരുന്ന ടൈലുകളാണ്. ആ ടൈലുകളിൽ തന്നെ 45 ആംഗിളിലൊക്കെ കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈലുകളിൽ പെടുന്ന ഒന്നാണ് സിംബോളോയുടെ കിച്ച് ഡെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഡക്റ്റ്. ഇതിപ്പോൾ നമ്മൾ കാണിച്ചത് കളർ ബോഡിയാണെങ്കിൽ നിങ്ങളിതാ ഈ കാണുന്നത് ഫുൾ ബോഡിയാണ്. ഫുൾ ബോഡിയിൽ നമുക്ക് മാറ്റും അതുപോലെ തന്നെ ഗ്ലോസിയും അവൈലബിൾ ആണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇതാണ് ഫുൾ ബോഡി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. മാറ്റും ഗ്ലോസി എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണുന്നത് ഒരു ഗ്ലോസി ഫിനിഷാണ്. ഇതും 15mm തന്നെയാണ് ഗ്ലോസി ഫിനിഷ് കിച്ചൺ ടൈല്. ഇത് വരുമ്പോഴത്തേക്കും 15mm അതിൻ്റെ മാറ്റ്. ഇത് തന്നെ ഡയറക്റ്റ് മാറ്റ് നമുക്ക് ഇവിടെ വരും. അതിൻ്റെ തന്നെ 1200 800 എന്ന് പറഞ്ഞ സൈസിൽ വരുന്ന കാർവിംഗ് സീരീസുകളാണ് ഈ കാണുന്നത്. കുറച്ചുകൂടെ നമ്മൾ കാർവിംഗ് സീരീസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വെയിൻസിൽ കൃത്യമായിട്ട് ആ കാർവിംഗ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തന്നെ വേരിയസ് ഓഫ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഗ്ലോസിയാണ്, ഇതതിൻ്റെ മാറ്റ് കാർവിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സിംബോളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഡിസൈൻ മനസ്സിലാഗ്രഹിക്കുന്ന ഡിസൈൻ കിട്ടും എന്നാണ് സിംബോളയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത്രത്തോളം ഡിസൈൻ നമുക്കിവിടെ കാണിക്കാനുമുണ്ട് എന്നുകൂടിയുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ കാർവിംഗ് ഡിസൈൻസ് ആണ്. ഈ കാണുന്നതിൽ നമുക്കിവിടെ പോളിഷ്ഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മാറ്റ് ഫിനിഷ്. ഓരോ കളറിലും പോളിഷ്ഡും അതുപോലെ തന്നെ മാറ്റ് ഫിനിഷുമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഫുൾ സൈസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിലിപ്പോൾ ഈ കാണുന്ന എല്ലാ ഡിസൈൻസും നമ്മുടെ ഗ്രേ അതുപോലെ തന്നെ സ്പാർക്കോ നീറോ എന്ന് പറഞ്ഞിട്ടുള്ള കളറ്, ഇതിൻ്റെ എല്ലാം പല കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ഫുൾ ടൈലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതൊരു ഗ്ലോസിയാണ്. അതിൻ്റെ തന്നെ മാറ്റ് ഫിനിഷ് ടൈലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്ററും നമുക്ക് അവൈലബിൾ ആണ്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് 5 ഡിസൈൻസ് ഇവർക്കുണ്ട്. ആ 5 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി നമുക്ക് വോളിൽ കൊടുക്കാം, ഇനി അതല്ല നമുക്ക് മാറ്റ് ഫ്ലോറിൽ കൊടുക്കാം. അത് കൂടാതെ ഹൈലൈറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈല്. ഇതെല്ലാം വരുന്ന 4x2 ആണ്. 4x2 സൈസിൽ തന്നെ സിംബോളയുടെ അടുത്തൊരു ഡിസൈനാണ് ഈ കാണുന്നത്. നമ്മൾ ഈ എന്താ പറയുക ലാമിനേറ്റ്, ലൂവർ ലാമിനേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ലൂവർ ഡിസൈൻ വരുന്ന ടൈലുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ മാറ്റ് ഫിനിഷാണ് താഴെ വന്നിരിക്കുന്നത്. അതിൻ്റെ ധാരാളം ഡിസൈൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒന്നല്ല, ഒരുപാട് ഡിസൈൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിപ്പോൾ ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മുടെ എന്താ പറയുക ഫ്ലോർ ഡിസൈൻ എന്താണോ അതിനനുസരിച്ച് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ഡിസൈൻസും ഈ പറഞ്ഞ സിംബോളോ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊറോക്കൻ ഡിസൈനർ ടൈൽസ് നമുക്ക് വരുന്നുണ്ട്. ആ മൊറോക്കൻ ഡിസൈനർ ടൈൽസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 20x20 എന്ന് പറഞ്ഞ സൈസിലാണ്. അങ്ങനെ മൊറോക്കൻ ഡിസൈനർ ടൈൽസ് നമുക്കിവിടെ ധാരാളം അവൈലബിൾ ആണ്. അതിൻ്റെ തന്നെ പല കളക്ഷൻസ്, പല വേരിയേഷൻസ് നമുക്കിത് കാണാൻ സാധിക്കും. കുറച്ച് മുന്നേ നമ്മൾ കണ്ട ആ ഒരു എന്താ പറയുക 5 ഡിസൈൻസൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന മൊറോക്കൻ ഡിസൈൻസ് ഇതിപ്പോൾ നമുക്ക് നോർമലി ഒരു ട്രഡീഷണൽ ഹോം ആണെന്നുണ്ടെങ്കിലും അല്ലാതെ ഒരു കോണ്ടംപററി ഡിസൈനിലാണെങ്കിലും കട്ട് ചെയ്ത് ഇടാൻ പറ്റുന്ന ഡിസൈൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിപ്പോൾ ട്രഡീഷണൽ വീടുകളാണെന്ന് തന്നെയൊന്നുമില്ല, നമ്മുടെ കോർട്ട്യാർഡ്സിലോട്ടും പാറ്റിയോയിലോട്ടൊക്കെ ഇതുപോലുള്ള ഡിസൈൻ ധാരാളം നമ്മൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആ ഡിസൈനാണ് ഇതാ മുകളിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് മുന്നേ കാണിച്ചില്ലേ ആ മൊറോക്കൻ ഡിസൈനർ ടൈൽസ് താഴെ വീശിരിക്കുന്നത് നിങ്ങൾ കാണുന്നത്. അതിനോട് കോമ്പിനേഷൻ ചെയ്തുകൊണ്ടുള്ള കളറ്, ഒരു മോക്കപ്പ്, അതുപോലെ തന്നെ 5 സീരീസ് നമ്മൾ വോളിൽ ഹൈലൈറ്ററായിട്ട് കൊടുത്തിരിക്കുന്നതാണ് നിങ്ങളിവിടെ കണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഇപ്പം നമ്മുടെ ഫ്ലോറിംഗ് ട്രെൻഡിൽ ഏറ്റവും അധികം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് 6x4 ടൈൽസ്. 6x4 നമുക്ക് ഇതിവിടെ 15mm തിക്നെസ് വരുന്ന ടൈൽസാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് എന്താ പറയുക ഗ്ലോസി ഫിനിഷും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അതായത് നമുക്ക് നോർമൽ ടെക്സ്ചറിലും അതുപോലെ തന്നെ ഒരു എന്താ പറയുക വളരെ വെറൈറ്റി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്ചേഴ്സൊക്കെ ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ പല ഡിസൈൻസ് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ ഓരോ ഫിനിഷസ് വ്യത്യാസമാണ്. അതും നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ് എന്നാണ് പ്രത്യേകത. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക വോൾസിലോട്ട്, അത് ഡാഡോ വാൾസായിട്ടും അല്ലാതെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. ബിസ്ക്കറ്റ് ടൈപ്പ് ഫിനിഷിൽ വരുന്ന ടൈൽസ്. അതിൻ്റെ തന്നെ അതിനോട് കമ്പൈൻ ചെയ്തുകൊണ്ട് സ്പെക്ട്ര എന്നുള്ള സീരീസിൽ വരുന്ന പ്രൊഡക്റ്റാണ്. കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള കളേഴ്സും ഡിസൈൻസുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് വരുമ്പോൾ സൈസ് വരുന്ന 15x15 എന്നുള്ള സൈസിൽ അതിൻ്റെ പല കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത്രയും കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്.
അതിൽ തന്നെ നമുക്ക് ഈ കളേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ ചെറിയ ആ ഒരു മോക്കപ്പ് കാണിച്ചിരിക്കുന്നു എന്നുള്ള അതെല്ലാം നമുക്കിവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇത് ആ കാണിച്ച കളറിൻ്റെ ഒരു ഫുൾ ടൈലാണ്. 8x4 സൈസ് വരുന്ന വലിയ സൈസ് വരുന്ന ടൈലുകൾ. ഇതും നമുക്ക് ഹൈലൈറ്റ് വോളായിട്ട് ഗ്രീൻ കളറാണ് വരുന്നത്. ഈ ലൈറ്റിൽ വരുമ്പോഴത്തേക്ക് തന്നെ കളർ വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക, കാര്യം അത് ഗ്രീൻ കളറാണ്. ചിലപ്പോൾ കളർ വേരിയേഷൻ വന്നേക്കാം. ഇതുപോലെയുള്ള സൈസുകൾ, അതിൻ്റെ തന്നെ പല കളേഴ്സ്. ഈ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഒരു റോക്ക് ഫിനിഷാണ്. തൊട്ടുമ്പോഴത്തേക്കും നമുക്ക് റോക്ക് ഫിനിഷായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ആ റോക്ക് ഫിനിഷ് തന്നെ അതിൻ്റെ പല ഡിസൈൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റുന്നതാണ്. കാര്യം ഇത് ഫുൾ ബോഡിയാണ്. സ്പെക്ട സീരീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ആ ഒരു കളക്ഷൻസ് ഓഫ് കളേഴ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പ്രത്യേകത 120 278, അതുപോലെ 120 240, 120 190, 120 120, 60 120, അതുപോലെ 2020, അങ്ങനെ എല്ലാ സൈസിലും അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ് ആക്ച്വലി സ്പെക്ട എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഒരു കുറച്ച് കളേഴ്സാണ്, അതിൻ്റെ വലിയ ടൈൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എക്സ്റ്റീരിയർ യൂസ് ചെയ്യാനായിട്ടുള്ള പ്രൊഡക്റ്റുകൾ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കിടിലം പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തരും. റോക്ക് ഡക്ക് എന്ന് പറഞ്ഞിട്ട് സിംബോളോടെ തന്നെ പ്രൊഡക്റ്റാണ്. ഇതൊരൊറ്റ സെറ്റായിട്ടാണ് വരുന്നത്. വിരിച്ചു കഴിഞ്ഞാൽ അത് മുകളിൽ കാണുന്നത് പോലെ ഇരിക്കും. ഇത് ചില ആൾക്കാർ ഇൻറ്റീരിയറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വൃത്തിയാക്കാൻ പ്രശ്നമൊന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ യാതൊരു പ്രശ്നമില്ലാത്ത പ്രൊഡക്റ്റാണ്. ഇത് മെയിനായിട്ട് ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നത് എക്സ്റ്റീരിയറോട്ടാണ്. ആൾക്കാരല്ല, കമ്പനി സജസ്റ്റ് ചെയ്യുന്ന എക്സ്റ്റീരിയറോട്ടാണ്. അതിൻ്റെ തന്നെ 40x40 സൈസിലുള്ള എന്താ പറയുക ടൈലാണ് ഈ കാണുക. ഇതും വരുന്നത് തന്നെ റോക്ക് ഡക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ ഫ്ലോറിലോട്ട് വരുന്ന പ്രൊഡക്റ്റാണ്. ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഫെയ്ഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കളർ ഫെയ്ഡിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇൻറ്റീരിയർ ചെയ്യുന്നതിന് അവരെപ്പോഴും പറയുന്നത് ഇൻറ്റീരിയർ ആവശ്യത്തിന് മാത്രമെന്ന് പറയും. എക്സ്ട്രാ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന, കളർ ഫെയ്ഡ് ആവാത്ത, ആൻറ്റി സ്ലിപ്പറി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് ഒരു പ്രൊഡക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അടിപൊളി പ്രൊഡക്റ്റ് പറഞ്ഞുതരാം. ക്വാർട്സിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്വാർട്സ് ഒരു ബെസ്റ്റ് മെറ്റീരിയലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കമ്പനി പറയാനാണെങ്കിൽ സ്പെക്ട എന്ന് പറയുന്ന കമ്പനിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ, ഈ വെച്ചിരിക്കുന്ന കിച്ചൺ കൗണ്ടർ ടോപ്പാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ശരിക്കും ക്വാർട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഈസിലി റിപ്പയറബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. 45 ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ എൻലെസ് ആയിട്ട് തോന്നുന്ന പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് എഡ്ജുകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഒരു എഡ്ജില്ലാതെ 45 ആംഗിളിൽ എത്രത്തോളം നമുക്ക് വിട്ട് കൂട്ടണോ അത്രത്തോളം കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്വാർട്സ്. അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ്, ഏതാണ്ട് 10-70 ഡിസൈൻസോ കളേഴ്സ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ സ്റ്റെപ്പ് ടൈൽസ്. നമ്മൾ സ്റ്റെപ്പിലൊക്കെ ഇപ്പോൾ സാധാരണ മേടിക്കുന്ന നമുക്ക് ടൈലുകൾ കട്ട് ചെയ്ത് ഒട്ടിക്കുക പതിവ്. അതിന് പകരം നമുക്ക് സ്റ്റെപ്പ് ടൈൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. കറക്റ്റ് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു ഗ്രിപ്പോട് കൂടി നോർമലി ഉള്ള ആ ഒരു ഗ്ലോസി ഫിനിഷ് അല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള റഫ് ഫിനിഷ് കിട്ടും. റഫ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നമ്മൾ ഈ കാണിച്ച മുഴുവൻ എന്താ പറയുന്നത് വെട്രിഫൈഡ് ടൈൽസാണ്. അങ്ങനെ ഒരു വെട്രിഫൈഡ് ടൈൽ കൂടിയാണ് നിങ്ങൾ ഈ കണ്ടത്. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട് പലരും വുഡൻ ഫ്ലോറിങ്ങുകൾ. അങ്ങനെ വുഡൻ ഫ്ലോറിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. ക്വിക്ക് സ്റ്റെപ്പ് എന്നുള്ള പേരിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് വുഡൻ ഫ്ലോറിങ്. ഞാനിപ്പോൾ നിൽക്കുന്നതും ആക്ച്വലി അങ്ങനെ ഒരു ക്വിക്ക് സ്റ്റെപ്പിലാണ്. വുഡൻ ഫ്ലോർ ചെയ്തിട്ടുള്ളൊരു ഫ്ലോറിലാണ് ഇവരിത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്നുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് പറയാൻ പറ്റുന്ന സീലിംഗ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള വോക്സിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്. VOX കിച്ചൺ സിങ്കുകളുടെ ഒരു വലിയ കളക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ കിച്ചൺ സിങ്കുകളാണ്. അതിൽ തന്നെ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കിച്ചൺ സിങ്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഹാഫ്ലേയുടെ പ്രൊഡക്റ്റ്. പിന്നെ അത് കൂടാതെ നമുക്കിവിടെ ഇവരല്ലാതെ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ടിരുന്നു. റെജിനോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫ്രാങ്കിയുടെ പ്രൊഡക്റ്റ്. ഫ്രാങ്കി അറിയാം, സ്വിസ് മെയ്ഡാണ്. ഫ്രാങ്കിയുടെ ഡബിൾ അതുപോലെ തന്നെ സിംഗിൾ ബോൾ സിങ്കുകൾ നമുക്കിവിടെ ഇരിപ്പുണ്ട്. ഫ്രാങ്കി മാത്രമല്ല, അത് റെജിനോക്സിൻ്റെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഹാഫ്ലയുടെ ഒരു വെറൈറ്റി പ്രൊഡക്റ്റ്. നമുക്ക് സാധാരണ ഫുഡ് വേസ്റ്റൊക്കെ ക്രഷ് ചെയ്ത് കളയാൻ പാകത്തിന് ഫ്ലാറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളിടത്ത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ സിംഗിൾ ബോൾ സിങ്കുകൾ വേറെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഫ്രാങ്കയുടെ ആണ്. ഫേബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബുകളാണ്. അതിൽ നമുക്ക് ഏത് സൈസിൽ വേണോ ആ സൈസിലൊക്കെയുള്ള ഹുഡ് ആൻഡ് ഹോബും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഫേബറിൻ്റെ പോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ഹുഡ് ആൻഡ് ഹോബിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഇലക്ട്രോലക്സ്. നിങ്ങൾ AC ഒക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. അവരുടെ തന്നെയാണ് ഈ ഹുഡ് ആൻഡ് ഹോബ്. അവരുടെ ഹോം അപ്ലയൻസസിൽ വരുന്ന പ്രൊഡക്റ്റാണ്. അതിൽ സ്ലാൻഡിങ് മോഡലും അതുപോലെ തന്നെ അതിൽ 90 അതുപോലെ 75 ഏത് സൈസിലും ഉള്ള സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ ഹോം അപ്ലയൻസസ് തന്നെ നമുക്ക് ഫ്രിഡ്ജ് വരുന്നുണ്ട്. അത് ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ,
ഒക്കെ യൂസ് ചെയ്യുന്നവർക്കായിട്ട് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് യൂട്ടിലിറ്റി ഏരിയാസ് ധാരാളമുള്ള ഫ്രിഡ്ജുകളും ഇവർക്ക് അവൈലബിൾ ആണ്. ബോഷിൻ്റെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. അത് കൂടാതെ അവരുടെ തന്നെ ഇവിടെ നമുക്ക് ബോഷിൻ്റെ തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ ഹുഡ് ആൻഡ് ഹോബ്, നോർമൽ ഹുഡ് ആൻഡ് ഹോബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതും സ്ലാൻഡിങ് മോഡൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്രോവേവ് അവൻ പോലുള്ള ഐറ്റംസും വെക്കാൻ പാകത്തിനുള്ള സമയം. അതായത് ഒരു വീട്ടിലേക്ക് നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് അത് ഇൻറ്റീരിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹോം അപ്ലയൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ. മറ്റൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ഒരു സ്റ്റുഡിയോ ആണിത്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് മാത്രമല്ല, ഇവിടെ ഗ്രോഹയും വന്നിട്ടുണ്ട്. അതിൽ തന്നെ വാഷ് ബേസിൻ, അതുപോലെ തന്നെ WC, ഇനി അതല്ല ഷവർ, പില്ലോ ടാപ്പ് പോലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ മിക്സർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ ഒരു കളക്ഷനാണ്. അതിൻ്റെ ഒരു കളക്ഷൻ്റെ ഒരു ഏരിയ അങ്ങനെ തിരിച്ചിട്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതും ഈ പറഞ്ഞതുപോലെ നമുക്ക് പല പല വെറൈറ്റീസ്, പല പല ഡിസൈൻസിൽ, പല കളേഴ്സിലൊക്കെ അവൈലബിൾ ആകും. നമ്മളിപ്പോൾ കണ്ട പ്രൊഡക്റ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എപ്പോഴും ബഡ്ജറ്റ് നോക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പറഞ്ഞുതരാം. അത് എസ്കോയാണ്. എസ്കോ ഈ പറഞ്ഞ നമ്മുടെ ജാഗോറിൻ്റെ തന്നെ ഒരു സബ് ബ്രാൻഡാണ്. അവരൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രാൻഡാണ്. നമുക്ക് എസ്കോയും ഇവിടെ അവൈലബിൾ ആണ്. എസ്കോയുടെ എല്ലാ പ്രൊഡക്റ്റും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ജാഗോറിൻ്റെ സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്. ജാഗോറിൻ്റെ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായ ജാഗോറിൻ്റെ സ്റ്റുഡിയോയിൽ താഴെ നമ്മൾ ജാഗോറിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് കാണിച്ചിരുന്നു. ഇവിടെ കാണിക്കാൻ പോകുന്ന ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ജാഗോറും അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ആർട്ടിസും. ഇത് ജാഗോറിൻ്റെ ക്ലൗഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കാമോ? ഇത് ടച്ചാണോ? ടച്ചാണ്. ജസ്റ്റ് എത്ര എണ്ണ നമുക്ക് ഇതിനകത്ത് വരുന്നത്? 2 ഇത് ഡബിൾ ഫ്ലോർ ഷവറാണ്. ഓക്കെ. ഇപ്പോൾ റെയില്, ഇത് അടുത്ത വരാൻ പോകുന്ന റെയിലാണ്. നമ്മൾ കണ്ടത് മിക്സാണ്. ഓക്കെ. രണ്ടും കൂടെ മിക്സ് ചെയ്യുകയും ചെയ്യാൻ പറ്റുമോ? ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇത് രണ്ടും ഒരുമിച്ചാവുന്നതാണ് അല്ലേ? ഓക്കെ. ഓക്കെ 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 ഓക്കെ. ബോഡി ഷവറും അവൈലബിൾ ആണല്ലേ? അപ്പം അങ്ങനെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നോർമലി ഇവിടെയുള്ള വാഷ് ബേസിൻസ്, WPSൻ്റെ സിംഗിൾ പീസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ വാൾ ഹാങ്ങിങ് പോലുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ കാണിക്കുന്ന ജാഗോറിൻ്റെയാണ്. ജാഗോറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ക്ലൗഡാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത്. പിന്നെ അത് കൂടാതെ ഈ കാണുന്ന ഷവർ പാനൽ, അതുപോലെ തന്നെ അതിൻ്റെ നോർമലിയുള്ള പൈപ്പ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ജാഗോറിൽ നമുക്ക് അവൈലബിൾ ആണ്. ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഡിസൈനർ സീരീസുകൾ ഓഫുള്ള പൈപ്പുകൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ബ്രഷ് ഫിനിഷ്, നമ്മൾ കാണുന്ന ബ്രഷ് ഫിനിഷാണ് ഈ കാണുന്നത്. അതിൽ തന്നെ ഗോൾഡ്, അതുപോലെ തന്നെ നോർമൽ നമുക്ക് വരുന്ന സിൽവർ, അതിൽ തന്നെ റോസ് ഗോൾഡ്, ബ്ലാക്ക്, അതിൽ ബ്ലാക്ക് ഗ്ലോസി, അങ്ങനെ പല ഇതിലുള്ള ഡിസൈൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു വെറൈറ്റി ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഷവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഇതിൽ വന്നിരിക്കുന്ന കാണാൻ സാധിക്കും. അതിൽ നമുക്ക് എസ്തെറ്റിക്കലി നോക്കുന്ന ആൾക്ക് അതിപ്പോൾ ഗ്ലോസി ആണെങ്കിൽ ഗ്ലോസി, മാറ്റ് ഫിനിഷ്, അതിൽ തന്നെ റോസ് ഗോൾഡ് ഫിനിഷ്, ഗോൾഡ് ഫിനിഷ്, ഇങ്ങനെയൊക്കെ നമുക്കിതിൽ അവൈലബിൾ ആകും. അതൊരു കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോകുന്നവർക്ക് ഇതുപോലെ നമുക്കത് നമ്മുടെ ഷവേഴ്സും ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ആർട്ടിസ്റ്റിൽ. നമുക്ക് ഡിസൈനർ സീരീസിലുള്ള വാഷ് ബേസിൻ, WC, നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാനിറ്ററി ആൻഡ് ബാത്ത് ഫിറ്റിങ്സ് 100% കിട്ടുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ, ഇപ്പോൾ നമ്മുടെ വെൽനസ് പ്രോഡക്റ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കിതിനകത്ത് ആർട്ടിസ്റ്റിൽ അവൈലബിൾ ആകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് തരാനായിട്ട് പൂർണ്ണമായിട്ടും ഒരുങ്ങിയിരിക്കുന്നൊരു ഫോം കൂടിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ടോട്ടോയുടെ സ്റ്റുഡിയോയിലാണ്. കയറി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്രണ്ട് പോർഷനിൽ തന്നെയാണ് നമുക്ക് സാനിറ്ററി വെയർ ആൻഡ് ബാത്ത് ഫിറ്റിങ്സ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ടൈൽ ഷോറൂമിൽ കയറി വരുമ്പോൾ ഫസ്റ്റ് ടൈലാണ്, പക്ഷേ ഇവിടെ സാനിറ്ററി വെയർസാണ്. അതിലൊരു ഫുൾ ഏരിയ പൂർണ്ണമായിട്ട് ചിരിക്കുന്ന ടോട്ടോയാണ്. അതിൽ ടോട്ടോയുടെ എല്ലാ പ്രോഡക്റ്റും, ഈവൻ ബാട്ടപ്പ് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് AI, WC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട്, അതുപോലെ തന്നെ ടാപ്പ്, ഷവർ, പില്ലർക്കൊക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഡിസൈനർ വൈസ് ആയിട്ടുള്ള വാഷ് ബേസിൻസ്, ഇതുപോലുള്ള കളേഴ്സ്. കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിന്ന പേസ്റ്റൽ കളേഴ്സ് ആയിരുന്നു. ഇപ്പോൾ കൂടുതൽ ബ്രൈറ്റ് കളേഴ്സും നമുക്ക് കൂടുതലും ട്രെൻഡിങ് ആണ്. അങ്ങനെയുള്ള ബ്രൈറ്റ് കളേഴ്സും നമുക്കിവിടെ അവൈലബിൾ ആണ് ടോട്ടോയിൽ. ഈ കാണുന്നതൊക്കെ അങ്ങനെ വരുന്നതാണ് ബ്രൈറ്റ് കളറിൽ വരുന്നതാണ്. ഇപ്പോൾ ഒരു ബ്രിക്ക് റെഡ് കളർ, ടെറാക്കോട്ട കളറിൽ വരുന്ന, അതിൻ്റെ തന്നെ ഡാർക്ക് കളറിൽ വരുന്ന ഒരുപാട് പ്രൊഡക്റ്റ്. അതുതന്നെ നമുക്ക് വാഷ് ബേസിനിൽ മാത്രമല്ല എല്ലാ തരത്തിലും WC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവൈലബിൾ ആകും എന്നതാണ് പ്രത്യേകത. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോളറിൻ്റെ സ്റ്റുഡിയോയിലാണ്. കോളറിൻ്റെ സ്റ്റുഡിയോയിലും കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് കോളർ. അതിൽ തന്നെ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ WC ഇവിടെ കൊടുത്തിട്ടുണ്ട്. WCയിൽ തന്നെ അതിനകത്ത് AWC ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യേണ്ട സെൻസർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന AWCs, പിന്നെ അത് കൂടാതെ
ഷവറിൻ്റെ ഒരു ഫുൾ സെറ്റ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഷ് ബേസിൻസ്, പല ടൈപ്പ് ഓഫ് വാഷ് ബേസിൻസ് വിത്ത് കളേഴ്സ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൽ വളരെ എന്താ പറയുക രസകരമായിട്ട് തോന്നിയൊരു വാഷ് ബേസിൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് സ്റ്റീം ഉള്ള കോളറിൻ്റെ ഒരു വാഷ് ബേസിനാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വാഷ് ബേസിനാണ്. കൂടാതെ ഇവിടെ ധാരാളം നമുക്ക് WCs അവൈലബിൾ ആണ്. ഇതുപോലുള്ള വലിയ എന്താ പറയുക ഡിസൈനർ സീരീസുകളും അതിൽ വെറൈറ്റി കളേഴ്സും, അതിൽ തന്നെ കളേഴ്സിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് മുന്നേ നമ്മൾ അപ്പുറം കണ്ടതുപോലെ തന്നെയുള്ള ഗ്രീൻ, ബ്ലാക്ക്, ഗ്രേ, ബ്ലൂ കളേഴ്സൊക്കെ, ടീൽ കളേഴ്സൊക്കെ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇത് കോളറിൻ്റെ ഒരു വെറൈറ്റി പ്രോഡക്റ്റ് ആണ്. തെർമോസ്റ്റാറ്റ് നിങ്ങൾക്കറിയാം. പിന്നെ ഇതുപോലെ 6 ഫ്ലോ നമുക്കിതിൽ ഉണ്ട്. ഈ 6 ഫ്ലോയിൽ തന്നെ നമ്മുടെ ഇതിൽ മാത്രം 3 ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതാണോ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു പ്രത്യേകത. ഇത് കോളറിൻ്റെ ഷോൾഡർ ഷവറാണ്. 2 ഫ്ലോയാണ് ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ തന്നെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്ക് എന്താ പറയുക സാധാരണഗതിയിൽ നമ്മൾ തല നനയ്ക്കാതെ ഷോൾഡർ ഷവർ ചെയ്യാനായിട്ടുള്ള, അതായത് ഷോൾഡർ ചെയ്യാനായിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞ സംഗതി. 2 ഫ്ലോ അവൈലബിൾ ആണ്. 6 ഇഞ്ച് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഗ്രോഹയുടെ സ്റ്റുഡിയോയിലാണ്. നമുക്കിവിടെ നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും, അതിപ്പോൾ ഷവർ ഉൾപ്പെടെ നമ്മുടെ കിച്ചൺ ഫോസറ്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, കൂടാതെ WC, അതുകൂടാതെ വാഷ് ബേസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഗ്രോഹയുടെ ഈ ഒരു ഏരിയയിൽ ഡിസ്പ്ലേ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഡയറക്ടറുണ്ട് ജോസാർ, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് നമ്മുടെ താരയുടെ ഡയറക്ടറാണ് ജോസാർ. ഹലോ, നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു 26 വർഷം പിന്നിട്ടു. യെസ്, നമ്മുടെ തുടരുമിനകത്തൊരു ഡയലോഗ് ഉണ്ട്, 26 വർഷം ആയിടോ എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 26 കറക്റ്റാണ്. 26 കഴിഞ്ഞു. യെസ്, കറക്റ്റാണ്. കറക്റ്റ് സ്ഥലം ഞാൻ പറഞ്ഞത് പട്ടം പ്ലാമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധപ്പെട്ട ഇന്റർനാഷണൽ ബ്രാൻഡുകളെല്ലാം ടൈൽസിലും സാനിറ്ററി വെയറിലും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അവൈലബിൾ ആണ്. ഓക്കെ, ഇത് സാർ ഇതിനകത്തൊരു പ്രധാന കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ ബ്രാൻഡുകൾ, ഇന്റർനാഷണൽ ബ്രാൻഡുകൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? നമുക്ക് ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ അവൈലബിൾ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാൽ. തീർച്ചയായിട്ടും നമുക്ക് NRIs ആണ് കൂടുതൽ ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവെയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ ബ്രാൻഡുകളും. ടോട്ടോ എന്ന് പറയുന്നത് ജപ്പാനാണ്, ഗ്രോഹെ ജർമ്മനാണ്, ഒറിജിൻ US ബ്രാൻഡാണ് കോളർ. അപ്പോൾ അങ്ങനത്തെ ഇതെല്ലാം നമ്മുടെ മലയാളികൾ എല്ലാ സ്ഥലത്തുണ്ട്. അപ്പോൾ മലയാളികൾ അവർ സ്വന്തം നാട്ടിൽ വന്നിട്ട് ഒരു വീട്, ഭവനം എന്ന് പറഞ്ഞൊരു എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്ന ഭവനം ഏറ്റവും നന്നായി ചെയ്യണമെങ്കിൽ നല്ല പ്രോഡക്റ്റുകൾ വേണം. അവർക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കണം. അവർ വർഷത്തിലൊരിക്കലൊക്കെ വരുന്നവരാ നാട്ടിൽ. അപ്പോൾ ആ വരുമ്പോൾ ഇവർ ഈ ഫിറ്റിങ്സുകളൊക്കെ വെച്ച് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷനും ബുദ്ധിമുട്ടും അവർക്കുണ്ടാവും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ലൈഫ് ലോങ് ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ കമ്പനികൾ കൊടുക്കുന്നത് 10 വർഷം വാറണ്ടി കൊടുക്കുന്നു, 10 വർഷം ഫുള്ളായിട്ടുള്ള സർവീസ് കൊടുക്കുന്നു. ഏറ്റവും ബെസ്റ്റ് സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക്, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും. അത് നമ്മളായിട്ടുള്ള കമ്പനിയായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മളും അതിന് നല്ലൊരു ഭാഗത്താണ്. ഈ സർവീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആകാശിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഈ കമ്പനിയുടെ, ഞാൻ അതിനെ ചേർത്ത് ചോദിക്കും, കമ്പനിയുടെ സർവീസ് ഒന്നും ഇല്ല, നിങ്ങൾ അതിനകത്തൊരു സർവീസ് സംഗതി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബെസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ ഒരു സർവീസിൽ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പ്രധാനപ്പെട്ട. നമ്മുടെ കസ്റ്റമർ കെയറിൽ തന്നെ നമ്മൾ തന്നെ ഒരാൾക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളോട് ജസ്റ്റ് വിളിച്ച് പറഞ്ഞാൽ മതി. ആരെ വിളിച്ചാലും മതി, എന്നെ വിളിക്കുന്നവരുണ്ട്, വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കസ്റ്റമർ കെയറിൽ ആ ബ്രാൻഡിൻ്റെ സർവീസിനുള്ള ഏർപ്പാട് ചെയ്യും. ആഫ്റ്റർ സർവീസ് ഏറ്റവും മെച്ചമായിട്ട് ആഫ്റ്റർ സർവീസ് ചെയ്താലേ ബിസിനസ് മുമ്പോട്ട് പോകും. തീർച്ചയായിട്ടും അതിൻ്റെ നമ്മൾ വിജയിച്ചാണ്. അതാണ് നമ്മുടെ ഒരു ഈ യാത്രയുടെ സക്സസിന്റെ കാര്യം. അതാണ്. ഇപ്പോൾ തിരുവനന്തപുരം നമ്മൾ നിൽക്കണേ, കസ്റ്റമർ എവിടെ വരെയൊക്കെ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്, അതായത് നമുക്ക് എവിടെയൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റും, അങ്ങനെ ഒരു ഏരിയ ബാരിയർ ഉണ്ടോ? ആക്ച്വലി നമ്മൾ ഇവിടുന്ന് ഈ ടൈൽസ് ഒക്കെയാണ് ഞാൻ കൂടുതൽ ദൂരേക്ക് പോകാറുണ്ട്. ഒരു 100 കിലോമീറ്റർ റൗണ്ട്സിലാണ് കൊടുക്കുന്നത്. അത് ഇവിടെ ഉണ്ട്. ഒപ്പം തമിഴ്നാടും ചെയ്യുന്നുണ്ട്. പാർട്ട് ഓഫ് തമിഴ്നാട് അടുത്ത മാർത്താണ് പെട്ടെന്ന് എത്തും. അപ്പോൾ തമിഴ്നാട് കസ്റ്റമർ നമുക്ക് വരാറുണ്ട്. പക്ഷേ കൂടുതൽ ദൂരെയാകുമ്പോൾ നമുക്ക് അതിൻ്റെ സർവീസ് പാർട്ട് കറക്റ്റ് പറ്റില്ല. അതാണ് അതിൻ്റെ പോയിന്റ്. ഇപ്പോൾ ടൈൽ എന്ന് പറഞ്ഞാൽ മറ്റേ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ ആണെങ്കിൽ 5 ബാത്റൂം എന്ന് പറഞ്ഞാൽ 5 ബാത്റൂമിനുള്ള ഫിറ്റിംഗ്സ് കറക്റ്റാണ് എല്ലാ ഐറ്റവും. നമ്പർ ടൈൽസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്പർ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. ടൈൽസ് സ്ക്വയർ ഫീറ്റ് പറഞ്ഞാലും ചിലപ്പോൾ പ്ലസോ മൈനസ് വരും. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ ക്ലയൻറ്റിനുണ്ടാവും. അപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ്സ് കൊടുക്കും. ഒരിക്കൽ ചെയ്താൽ പോരാ, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് റെഗുലറായിട്ട് ചെയ്തു പോകുന്നത്. അതാണ് കസ്റ്റമർ ഫീഡ്ബാക്ക് വേണം. എപ്പോഴും നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം പറയുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും പറയുന്ന കാര്യം ചെയ്യുകയും. പിന്നെ ഇങ്ങനെയുള്ള ബ്രാൻഡുകളല്ല, ഇന്ത്യൻ ബ്രാൻഡിൽ തന്നെ ബ്രാൻഡഡ് ഐറ്റം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അൺബ്രാൻഡഡ് ഒരു ഐറ്റം ചെയ്യുന്നില്ല. പിന്നെ ടൈൽസ്, സാനിറ്ററി ഏത് നോക്കിയാലും അതെ. പ്ലസ് നമ്മളിപ്പോൾ ഹോം അപ്ലയൻസ്, ഇപ്പോൾ ബോഷ്,
ചെമിനി ഹോബ അതൊക്കെ ചെയ്യുന്ന അതും ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ബോഷ്, ഇലക്ട്രോളിക്സ്, ഫേബർ അങ്ങനെയുള്ള ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്ന സിങ്കുകളും അതെ അങ്ങനത്തെ എല്ലാ പ്രോഡക്റ്റും അങ്ങനത്തെയാണ് ചെയ്യുന്നത്. ഒരു ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്തു പോകും. തീർച്ചയായിട്ടും. ഞാൻ വീണ്ടും പറയട്ടെ, ഇതിനകത്ത് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ വീട് വെക്കുന്നവരാണെങ്കിൽ ആർക്കിടെക്ട്, എഞ്ചിനീയേഴ്സ് ആരും ആയിക്കോട്ടെ, ഒന്ന് വന്ന് കാണുക, ഒന്ന് നോക്ക്. അത്രേ ഉള്ളൂ. അത് നമ്മൾ പറയുന്നത് നമ്മുടെ ഷോറൂമിൽ നമുക്ക് ഇത്രയും ഇതൊക്കെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നിങ്ങൾ വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് സെലക്ട് ചെയ്യാം. അല്ലാണ്ട് ഇന്ന പ്രോഡക്റ്റ് എടുക്കണം എന്ന് നമ്മൾ ഒരിക്കലും കമ്പനി ചെയ്ത് പറയാറില്ല. ഇവിടെ ആരും പറയാറില്ല, എൻ്റെ സ്റ്റാഫും പറയില്ല. ഇനിയും കാണാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും കാണണം. ഓക്കെ. എൻ്റെ അടുത്ത് പലരും ചോദിച്ചൊരു കാര്യം, തിരുവനന്തപുരത്ത് നല്ലൊരു ടൈൽ ഷോറൂം പരിചയപ്പെടുത്താനായിട്ട്. എൻ്റെ 4 വർഷത്തെ കരിയറിൽ ഫസ്റ്റ് ടൈം ഞാൻ തിരുവനന്തപുരത്ത് നല്ലൊരു സാനിറ്ററി ആൻഡ് ടൈൽ ഷോറൂം പരിചയപ്പെടുത്തിയിരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ്. ട്രിവാൻഡ്രത്ത് എനിക്കൊന്ന് കൊല്ലത്തും ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല, ഫസ്റ്റ് ടൈം പരിചയപ്പെടുത്തിയിരിക്കുന്നു. സോ ബാക്കിയെല്ലാം ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നേരിട്ട് വിളിച്ചോ. അപ്പോൾ വീണ്ടും കാണാം സാർ, നമുക്ക് വീണ്ടും കാണാം സാർ. താങ്ക് യു സോ മച്ച്.